ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് വീഡിയോ ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ? ഓക്കെ, വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ഇതൊക്കെയാണ്. ഇവിടെ ഈ ഒരു സ്പ്രെഡ് കാണുമ്പോൾ തന്നെ പറയാൻ പറ്റും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു ബ്രേക്ക് ആയിരിക്കുകയാണ്. ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. എന്താണെങ്കിലും ഒരു സ്മൂത്ത് ഗോയിങ് ഇവിടെ കാണുന്നില്ല. ഓക്കെ, ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ക്ലാരിറ്റി വേണം. ഓക്കെ, പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട്, നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഉള്ളിൽ കിടപ്പുണ്ട്. മേ ബി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ അവരെ ഹേർട്ട് ചെയ്യിപ്പിച്ചതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഇട്ടിട്ട് പോയതായിരിക്കാം. എന്ത് സിറ്റുവേഷനാണെങ്കിലും ഇവിടെ പാസ്റ്റിലെ കാര്യങ്ങൾക്ക് ഒരു ഹീലിംഗ് വേണം എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ആ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ ഫോർഗീവ് ചെയ്യുകയും നിങ്ങളുടെ ഉള്ളിൽ ഒരു ഹീലിംഗ് നടക്കേണ്ടതും അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ഈ റിലേഷൻഷിപ്പ് ഭംഗിയായിട്ട് പഴയതുപോലെ തന്നെ മുന്നോട്ട് പോവത്തുള്ളൂ. ഇവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഹീലിംഗ് പ്രോസസ്സ് നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ രണ്ടുപേർക്കും നടന്നേ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ പറയേണ്ട ഒരു കാര്യം, സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഒരു ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ചീറ്റിംഗ് നടന്നിട്ടുണ്ട് എന്ന് പറയാം. മേ ബി ഇത് അവരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഇൻഫ്ലുവൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് തന്നെ പറയാം, നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുള്ള ഒരു ചീറ്റിംഗ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് പോയതായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കും. തേർഡ് പാർട്ടിയാണ് ഇവിടെ ഒരു വില്ലനായിട്ട് നിൽക്കുന്നത്. ചീറ്റിംഗ് എനർജി ആയിട്ട് ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ കറൻറ്റ് ഫീലിങ്സ് എനർജി നോക്കുകയാണെങ്കിൽ സ്റ്റക്ക് സിറ്റുവേഷനാണ്. സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ഒരു ഹീലിംഗ് നടക്കേണ്ടതുണ്ട്, ഫോർഗീവ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, എങ്കിൽ മാത്രമേ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പഴയ സിറ്റുവേഷൻ അവിടെ തന്നെ വിട്ടിട്ട് പുതിയൊരാളായിട്ട് തിരിച്ചു വരാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലൊരു ഹീലിംഗ് നടന്നാൽ മാത്രമേ അവർ പുതിയതായിട്ട് ജെന്യുവനായിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വളരെ പൊസസീവ്നെസ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് ഇവിടെ ഈ പേഴ്സണെ കാണിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ സെൽഫിഷാണ്, കുറച്ച് അഹങ്കാരമുണ്ട്. ഓക്കെ, അവരുടെ ഭാഗത്താണ് തെറ്റ് നടന്നിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഇവിടെ അവരുടെ ഭാഗത്താണ് തെറ്റ് നടന്നിരിക്കുന്നത്. പക്ഷേ അവർ സമ്മതിച്ചു തരില്ല. നിങ്ങൾ ഈ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ഇത് എൻ്റെ ഭാഗത്ത് നടന്നതേ അല്ല, അല്ലെങ്കിൽ ഞാനല്ല എന്നുള്ള അവർക്കറിയാം, അവരാണ് തെറ്റുകാരെന്ന് അവർക്കറിയാം. പക്ഷേ അവർ ഭയങ്കരമായിട്ട് തർക്കിച്ച് നിൽക്കും. അവരുടെ ഭാഗം എന്തോ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. നിങ്ങൾ എന്താ പറയുക, മടുത്ത് പോയിട്ട് നിങ്ങൾ തന്നെ സൈലൻ്റായി എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ സൈലൻ്റായി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരപ്പം എന്താക്കും, അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജയിച്ചു എന്നുള്ള രീതിയിൽ അവർ നിൽക്കും. പക്ഷേ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം അവരാണ് തെറ്റുകാരെന്നുള്ളത് അവർക്കറിയാം. പക്ഷേ അത് അവർ സമ്മതിച്ച് തരുന്നില്ല. ഓക്കെ, ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ 2 ചാൻസ് വന്നു, നിങ്ങളെ ഇട്ടിട്ട് പോയി. അവർ മറ്റേ ചാൻസ് അവർ സെലക്ട് ചെയ്ത് പോയതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം നിങ്ങളോട് അവർക്ക് വലിയ താല്പര്യമൊന്നും അവർ കാണിക്കുന്നുണ്ടാവില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് വലിയ താല്പര്യമൊന്നും അവർ കാണിക്കുന്നുണ്ടാവില്ല. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് തേർഡ് പാർട്ടീൻ്റെ അടുത്തോട്ട് അവർ പോയെങ്കിലും തേർഡ് പാർട്ടിക്ക് അവിടെ ഒരു സ്ഥാനം ഇല്ല. ഇപ്പം അവരുടെ മനസ്സിലുള്ള ഒരു സ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളാണ്. കാര്യം നിങ്ങളെ ചീറ്റ് ചെയ്തു, നിങ്ങളുടെ സ്നേഹം ജെനുവൻ ആയിരുന്നു എന്ന് അവർ നല്ലോണം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക,
ആ ഒരു തേർഡ് പാർട്ടിയോടുള്ള സ്നേഹമൊന്നും ഇവിടെ കാണിക്കുന്നില്ല. ഓക്കെ, ഉണ്ടായിരുന്നു, ഒരു ടൈമിലുണ്ടായിരുന്നു. എന്തെങ്കിലും റീസൺ ആ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു അടി കിട്ടിയിട്ടുണ്ടാകാം, അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇപ്പോൾ എന്തായാലും അവർ നിങ്ങളെയാണ് മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടോപ്പിക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പാസ്റ്റത്തെ കാര്യത്തിൽ, അതായത് പാസ്റ്റിലെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വേറെ ആളുകളുണ്ടായിരുന്നു. ഓക്കെ, ചീറ്റിംഗ് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിൽ നിങ്ങളാണ് ഉള്ളത്. അത് അവർക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളായിരിക്കാം. ഓക്കെ, നല്ല രീതിക്ക് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടാകുക. അതുകൊണ്ടായിരിക്കും അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നത്. ഓക്കെ, എല്ലാ കാർഡ്സിലും ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ല. ഓക്കെ, അത് എൻഡഡ് ആണ്. അതായത് എൻഡഡ് ആണെന്ന് പറയുന്നത് അവരുടെ മനസ്സിലുള്ള സ്ഥാനം, തേർഡ് പാർട്ടിയുടെ സ്ഥാനം മനസ്സിലുള്ളത് എൻഡ് ആയിട്ടുണ്ട്. അവിടെ ഇപ്പം നിങ്ങളാണ് ഉള്ളത്. ഇനിയിപ്പം എന്താ പറയുക, നിങ്ങൾ രണ്ടുപേരും കൂടിച്ചേരേണ്ട രണ്ട് വ്യക്തികളാണ്. കാരണം ഇവിടെ ഒരു സോൾമേറ്റ് കാർഡ് വന്നിട്ടുണ്ട്, സൺ കാർഡ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടിച്ചേരേണ്ട രണ്ടാളുകൾ തന്നെയാണ്. നിങ്ങളുടെ വാല്യൂ നിങ്ങളെപ്പോൾ മനസ്സിലാക്കും, അല്ലെങ്കിൽ നിങ്ങളെപ്പോൾ മനസ്സിലാക്കി തുടങ്ങുന്നു, ആ ടൈം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളെപ്പോഴാണ് ഈ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തത്, അല്ലെങ്കിൽ അവരെന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളെപ്പം അവരുടെ എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങി വന്നു, അപ്പം മുതൽ അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇപ്പോഴും ഹീല് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഹീല് ചെയ്യുക, ഫോർഗീവ് ചെയ്യുക. ഓക്കെ, അപ്പോഴാണ് ഇപ്പം നിങ്ങൾ എന്തോരം ചതിച്ചൊരു വ്യക്തിയാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നത് ആ വ്യക്തി തന്നെ എനിക്ക് വേണം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാകാം. അപ്പം അങ്ങനെ തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹീല് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എല്ലാത്തിലും ഒരു ബാലൻസ് വെക്കുക എന്നുള്ളതാണ്. ലൈഫിൽ എല്ലാ കാര്യത്തിലും ഒരു ബാലൻസ് വെക്കുക. ഓക്കെ, അതായത് ഇപ്പം അവരെ സംബന്ധിച്ച് അവർ നേരിടുന്നത് കർമ്മയായിരിക്കാം. അതായത് നിങ്ങളെ സ്നേഹത്തിൻ്റെ പേരിൽ നിങ്ങളെ ഇട്ടിട്ട് വേറൊരു വ്യക്തിൻ്റെ അടുത്ത് പോയപ്പം ആ വ്യക്തിയിൽ നിന്നും നല്ലൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ടാവും. അത് അവർക്ക് വളരെയധികം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നിരിക്കാം. അതൊരു കർമ്മയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾ വേദനിച്ചതുപോലെ അവർ തിരിച്ച് വേദനിക്കുന്നു, അല്ലെങ്കിൽ വേറൊരു വ്യക്തി നിങ്ങളോട് അവർ ചെയ്തതുപോലെ അവരുടെ അടുത്ത് വേറൊരു വ്യക്തി അങ്ങനെ ചെയ്യുമ്പം അവർ തന്നെ റിയലൈസ് ചെയ്യും, ഞാൻ ചെയ്തതും ഇങ്ങനെ തന്നെയാണ്, ഞാൻ അപ്പം എത്രത്തോളം വേദനിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളത് മനസ്സിലാക്കുന്നു. ആ ഒരു സമയത്ത് നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പം അതൊരു കർമ്മയാണ്. അപ്പം നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹീല് ചെയ്ത് കളയുക, നിങ്ങൾ ബാലൻസ് വെക്കുക ലൈഫിൽ. ഓക്കെ, നിങ്ങളിപ്പം വേസ്റ്റ് ചെയ്ത് എല്ലാ കാര്യത്തിലും കർമ്മയുണ്ട്. നിങ്ങളിപ്പം വെറുതെ വേസ്റ്റ് ചെയ്യുന്ന ടൈമിന് വരെ കർമ്മയുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ജീവിതത്തിലേക്ക് കർമ്മകൾ വരുത്തി വെക്കാതിരിക്കുക. പോയ അവസരങ്ങളൊന്നും തന്നെ നമുക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കില്ല. അപ്പം എന്ത് കാര്യത്തിലും ലൈഫിൽ ഒരു ബാലൻസ് വെക്കുക. ആൻഡ് അതുപോലെ തന്നെ ഹീല് ചെയ്ത് കളയേണ്ട കാര്യങ്ങൾ ഹീല് ചെയ്ത് തന്നെ കളയുക. അതായത് എന്ത് ചെയ്യണം? സെൽഫ് ലവ് ചെയ്യുക. ഹീല് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുക. കാര്യം അപ്പോഴാണ് നമുക്ക് നമ്മുടെ വാല്യൂ മനസ്സിലാവുന്നത്, മറ്റുള്ളവർക്ക് നമ്മുടെ വാല്യൂ മനസ്സിലാവുന്നത്. നമ്മളുടെ വില മറ്റുള്ളവരുടെ മുൻപിൽ കാഴ്ച വെക്കാതിരിക്കുക. അതായത് നമ്മളിങ്ങനെ അവരാണ് തെറ്റ് ചെയ്തതെന്നുള്ളൊരു വിചാരം അവർക്കുണ്ട്, അവർക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, അവർ ഈഗോയിൻ്റെ പേരിൽ അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ടുള്ള ഒരു സ്വഭാവത്തിൻ്റെ പേരിൽ അവർ നിങ്ങളടുത്ത് മാപ്പ് ചോദിക്കാനൊന്നും അവർ തയ്യാറല്ല. അത് അവരുടെ ഈഗോ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം അവരാ തെറ്റ് ചെയ്തെങ്കിലും നിങ്ങൾ തന്നെ പോയിട്ട് മാപ്പ് പറയുക. അവരുടെ തെറ്റ് അവർ സമ്മതിക്കട്ടെ, അവർ തന്നെ സമ്മതിച്ച് വരട്ടെ. അവർക്കും നിങ്ങളുടെ സ്നേഹം ഇപ്പോൾ അത്യാവശ്യമാണ് അവരെ സംബന്ധിച്ച്. ഓക്കെ, അതായത് അവരെ സംബന്ധിച്ച് ഇങ്ങനെ സ്റ്റക്കായിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുകയാണ് അവരുടെ ലൈഫിലേക്ക് മുന്നിലേക്ക് പോകണം, അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെൻറ്റ് വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, സക്സസ് വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരും ഡിസിഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ കാര്യത്തിൽ. അപ്പം നിങ്ങൾ മാത്രം എഫേർട്ട് എടുക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ഒരു അർത്ഥം വരുന്നില്ല. സോ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ വിട്ടുകൊടുക്കാതിരിക്കുക, ഈക്വാലിറ്റി നോക്കുക, ബാലൻസ് ചെയ്യുക. ഓക്കെ, ഇവിടെ അവരവരുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഇവിടെ തേർഡ് പാർട്ടിക്കുള്ളൊരു സ്ഥാനം അവരുടെ ഉള്ളിലില്ല. കാര്യം അവർക്ക് നല്ല രീതിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളാണ് ബെറ്റർ ചോയ്സ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തന്നെ വരുന്നതാണ്. ഓക്കെ, അപ്പം എന്താ പറയുക, നിങ്ങൾ നിങ്ങളുടെ വാല്യൂ താത്തി കൊടുക്കാതിരിക്കുക, സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക, ആൻഡ് ഹീൽ ചെയ്യുക. ഹീൽ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഈ സെൽഫ് ലവ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റീഡിങ് ഇത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫസ്റ്റ് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ
വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് കറണ്ട് പോയതാണ്. അപ്പം ഞാൻ ഓഡിയോ എടുത്തിട്ട് അങ്ങനെ വെച്ചതാണ്. ആൻഡ് ഇതിപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് പിക്ചർ കാണിക്കാനുള്ള കാര്യം കറണ്ട് പോയതുകൊണ്ടാണ്. അപ്പം ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.